ഉയരങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യരംഗത്ത് നോവൽ, ചെറുകഥാ രചനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രശസ്തനായ സാഹിത്യകാരൻ, ജനങ്ങൾ സ്നേഹപൂർവ്വം ബേബിച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ കാക്കനാടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ബേബിച്ചൻ തിരുവല്ലയിലാണല്ലോ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കും. തിരുവല്ലയിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശരിയായി. കാരണം എനിക്കും പറഞ്ഞു കേട്ട അറിവുള്ളൂ. കാരണം വളരെ എനിക്കൊട്ട് ഓർമ്മയില്ലാത്ത കാലത്താണ് ജനിക്കുന്ന കാര്യം ഓർത്തു വെക്കാൻ പ്രയാസമാണ്. അപ്പം പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തിരുവല്ലയിൽ വന്ന് താമസിച്ചതാണ്. അവിടുന്ന് അച്ഛൻ ചെറുപ്പം മുതൽക്ക് ഒരു റിബൽ ടൈപ്പായിരുന്നു. അപ്പം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു കാത്തലിക് കുടുംബത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് സഭയെ ധിക്കരിക്കുക, പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഗാന്ധിജിയൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ അപൂർവമായ ഒരു കാര്യമാണെന്ന്. അന്ന് ഈ കാത്തലിക് പുരോഹിതന്മാർ അപ്രൂവ് ചെയ്യാത്ത ബൈബിൾ പോലും വായിക്കാൻ പാടില്ല. പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ പോലും വായിക്കുന്നത് തെറ്റാണെന്നാണ്. അപ്പോൾ അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് മുമ്പോട്ട് വന്നതുകൊണ്ട് വീട്ടിലും നാട്ടിലും പള്ളിക്കാരുടെ മുമ്പിലുമൊക്കെ ഒരു കുറ്റവാളിയായി. അപ്പോൾ അവിടുത്തെ ജീവിതം വളരെ സൈകെട്ടായി തീർന്നു കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് ഷെയറൊന്നും വാങ്ങിക്കാതെ സഭയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. ഭാര്യയും അന്ന് 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ, ഞാനും ജനിച്ചിട്ടില്ല. അവരുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പോൾ ആ 2 കുട്ടികൾ, എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയും എൻ്റെ ചേട്ടനും ഒഴികെയുള്ള ഞങ്ങളെല്ലാം പിന്നീട് ജനിച്ച കുട്ടികളൊക്കെ പല പല നാടുകളിലാണ് ജനിച്ചത്. അപ്പോൾ അച്ഛൻ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവല്ലയിൽ താമസിക്കുന്ന കാലത്താണ് ഞാൻ ജനിക്കുന്നത്. ഒരു ചേച്ചി ജനിക്കുന്നത് അതിനടുത്ത് ഈ നിരണത്തിനൊക്കെ അടുത്തെവിടെയാണ്. പിന്നെ എനിക്ക് നല്ല ഓർമ്മയായ കാലത്ത് എൻ്റെ അനുജന്മാർ ജനിക്കുന്നത് കുണ്ടറയാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിച്ച് വന്നതുകൊണ്ട് ഈ തിരുവല്ല ജനിച്ചെവിടെയാണെന്ന് എനിക്ക് ആ ഒരു പിടിപാടുമില്ല. കാരണം എനിക്ക് 3 വയസ്സുള്ള കാലത്ത് ഞങ്ങൾ തേവലക്കര താമസിക്കുക. അവിടെ വെച്ചാണ് ഈ കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറയുന്ന അന്നത്തെ വലിയ നേതാവ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം അച്ഛൻ്റെ വലിയ സുഹൃത്തും. കൊല്ലം ജില്ലയിൽ വന്നത് അങ്ങനെയാണ്. പല ജില്ലകളിൽ നടന്നാണ് ഇവിടെ വരുന്നത്. പലത്തും താമസിച്ചിട്ടുണ്ട്. തേവലക്കര വെച്ചാണ് കുമ്പളത്ത് ശങ്കുപിള്ള എന്നെ ഒരു ഖദർ രൂപയും ഒക്കെ ഇടിയിപ്പിച്ച് ഗാന്ധി തൊപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നതൊക്കെ പറഞ്ഞ് പ്രസംഗം നടത്തിയായിട്ട് പറഞ്ഞു കേട്ടു. എനിക്ക് ഓർമ്മയൊന്നുമില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഏതോ ഒരു വളരെ അവ്യക്തമായ ഓരോർമ്മ ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ ആ രൂപത്തിലൊക്കെ നിൽക്കുന്നത്, ഗാന്ധി തൊപ്പി കിട്ടി ഖദർ രൂപയൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപം. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുണ്ടറ വന്നു. കുണ്ടറയും വളരെ ചുരുങ്ങിയ കാലമേ അവിടെ താമസിച്ചിട്ടുള്ളൂ. കോൺഗ്രസ് ആക്റ്റീവ് കോൺഗ്രസ്സുകാരനായിരുന്നു. അച്ഛൻ വാസ്തവത്തിൽ മതപ്രവർത്തകനായിരുന്നു. കാരണം കത്തോലിക്ക സഭയായിട്ട് പിണങ്ങി വന്നതിന് ശേഷം മാർത്തോമ ഒരു ചർച്ചിൽ പങ്കെടുത്ത് അതിൻ്റെ ഇവാഞ്ചലിസ്റ്റും മിഷണറി തന്നെയായിരുന്നു, പ്രസംഗം തന്നെയായിരുന്നു. അപ്പം ഉപദേശി എന്ന് പറയാം. അപ്പം അങ്ങനെ ജീവിക്കുന്ന കാലത്താണ് ഈ തേവലക്കര, പെരുന്നാട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും താമസിച്ചു. അങ്ങനെ വന്ന് കുണ്ടറയും താമസിച്ചു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ 2 അനിയന്മാരും ജനിക്കുന്നത് കുണ്ടറ വെച്ചാൽ. അതിൽ നിങ്ങളൊക്കെ നല്ലപോലെ അറിയുന്നത് രാജൻ ചാക്കനാണ്, നേരത്തെ ഉള്ളയാൾ, എസ്തപ്പനായിട്ടൊക്കെ അഭിനയിച്ചു. അയാളും ജനിക്കുന്നത് കുണ്ടറ വെച്ചാണ്. അപ്പോൾ അയാൾ കൈക്കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് താമസം പറ്റി. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മൈലം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം നടന്നത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ കുണ്ടറ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ 2ാം ക്ലാസ് മുതൽ കൊട്ടാരക്കരയാണ്. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, എന്ന് വെച്ചാൽ അന്നത്തെ SLC വരെ കൊട്ടാരക്കര ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞ് കോളേജ് പ്രായമായപ്പോൾ കൊല്ലത്തേക്ക് വന്നു. അതുകൊണ്ട് ശരിക്കും എന്നോട് ചോദിച്ചാൽ നമ്മുടെ നാട് എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയും കൊല്ലവുമാണ്. മാത്രമല്ല ഇപ്പം പെർട്ടിക്കുലർലി കൊല്ലം എന്ന് പറയാം. 51-ൽ കൊല്ലത്ത് വന്നിട്ട് ഇന്ന് വരെയും കൊല്ലത്ത് സെറ്റിലാണ്. അതിനിടയ്ക്ക് ഞാൻ ഉദ്യോഗം പ്രമാണിച്ച് മദ്രാസിൽ പോയിട്ടുണ്ട്, ബോംബെ പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്. കൊല്ലത്ത് തന്നെയായിരുന്നു കംപ്ലീറ്റ്. കാരണം ഹൈസ്കൂൾ കഴിഞ്ഞ് നേരെ 51-ൽ കൊല്ലത്ത് വരുന്നു. 51 to 55 കൊല്ലത്ത് 55-ലാണ് ഡിഗ്രി എടുക്കുന്നത്. അപ്പം 55 വരെ കണ്ടിന്യൂസ് ആയിട്ട് സെങ്ങളി തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഉദ്യോഗത്തിന് പോയി. നാട്ടിൽ തന്നെ 2 സ്ഥലങ്ങളിൽ കെമിസ്ട്രി മെയിനും ഫിസിക്സ് സബ്സിഡി. അന്ന് ഒരു സബ്സിഡിയേ ഉള്ളൂ. അന്ന്
ഈ ഡയറക്റ്റായിട്ട് 4 ഇയർ ഡിഗ്രി കോഴ്സാണ്. അപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് ആണ്, ഈ പ്രീ ഡിഗ്രി ഒന്നുമല്ല. ഇൻ്റർമീഡിയറ്റിന് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഗ്രൂപ്പാണ് എടുത്തത്. ഡിഗ്രിക്ക് കെമിസ്ട്രി മെയിനും ഫിസിക്സ് സബ്സിഡി എടുത്തു. അന്ന് ഈ ഡോക്ടർ ആവണമെന്നുള്ള മോഹങ്ങളൊന്നും ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് ഗ്രൂപ്പ് എടുപ്പിച്ചു. എനിക്ക് അങ്ങനത്തെ മുഖത്തിൻ്റെ അല്ല, പക്ഷേ വീട്ടിൽ പലർക്കും പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വാസ്തവത്തിൽ അന്ന് മെഡിസിനോട് താല്പര്യമില്ല, കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും മെഡിസിന് അപ്ലൈ ചെയ്യാൻ എനിക്ക് ഞാൻ വലിയ താല്പര്യം പറഞ്ഞില്ല. അങ്ങനെ ആ ലൈനിൽ പോയില്ല. ആദ്യമൊക്കെ അമ്മയ്ക്കോ വീട്ടിലാർക്കൊക്കെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ആ പ്രൊഫഷനോട് അങ്ങനെ വലിയൊരു താല്പര്യം തോന്നിയില്ല. പക്ഷേ ഇത്രയും സയൻസ് വിഷയങ്ങളൊക്കെ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചു. പക്ഷേ അങ്ങനെ ഒരു സാഹിത്യകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്നാണ് അവർ? അതെനിക്കറിയാൻ വയ്യ എപ്പോഴാണ്. കാരണം ചെറുപ്പത്തിൽ എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഭാഷ പഠിക്കുന്നതും സാഹിത്യവുമായിട്ട് ഒരു ബന്ധം ഒന്നും ഇല്ലെന്നോ. അതിനൊരു കാരണമുണ്ട്. ഞാൻ 10ാം ക്ലാസ് SLC വരെ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ. ഇൻ്റർമീഡിയറ്റിൽ വന്നപ്പോൾ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് പോലും ഹിന്ദിയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് ഡിഗ്രി വരെയും അങ്ങനെയായിരുന്നു. അപ്പോൾ ശരിക്കും മലയാളത്തിൽ ഞാൻ ക്വാളിഫൈഡ് അല്ല ഒരു വിധത്തിൽ. പക്ഷേ ചെറുപ്പം മുതലേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലമായിരിക്കണം, അമ്മയുടെ പിന്നെ അവരൊക്കെ വീട്ടിലെല്ലാവരും നല്ലപോലെ വായിക്കുന്ന ശീലമുള്ളവരായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഭാഷയായിട്ടും മലയാളമൊന്നുമല്ല എല്ലാ ഭാഷകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. വായനയിൽ കൂടെ ധാരാളം വായിക്കുന്ന സ്വഭാവമുണ്ട്. വായിക്കാത്തതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം വായിക്കാനും, പത്രം മാത്രമല്ല അച്ഛന് ഒരു നല്ല ഒരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പുസ്തകങ്ങളല്ല, അധികവും മലയാളം പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം വായിക്കാനും. പിന്നെ മാത്രമല്ല അച്ഛനിങ്ങനെ കൊച്ചുനാളിൽ വായന വിലക്കപ്പെട്ട ഒരാളായതുകൊണ്ട് വളരെ കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ വായിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പം ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ക്രിസ്തു മതത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമേ അല്ല ഈ വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ പരിവേഷമല്ല. അച്ഛൻ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നിട്ട് പോലും എല്ലാ മതവും പഠിക്കാനും എല്ലാ റിലിജിയനെയും മനസ്സിലാക്കാനും എല്ലാ പൊളിറ്റിക്കൽ ഫിലോസഫിയും മനസ്സിലാക്കാനും അങ്ങനെ എല്ലാത്തരം പുസ്തകങ്ങളും വായിച്ച് വളരാൻ അച്ഛൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോത്സാഹനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ സ്കൂളിലും കോളേജൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഈ കഥകളും കവിതകളും ഒക്കെ എഴുതി നോക്കിയിട്ട് കൂട്ടുകാരെ കാണും, ചിലർ കളിയാക്കും, വീട്ടിലാരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ചിരിക്കും. കവിത എഴുതിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, സകല അഭ്യാസങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥയിലാണ് വന്ന് ഉറച്ചത്, കഥയിൽ നോവലുമാണ് വന്ന് ഉറയ്ക്കുന്നത്. അല്ല, ഈ കഥയിലോട്ട് മാറാനുള്ള കാര്യം അത് ചിലപ്പോൾ കഥയെന്ന് പറയുന്നത് മീഡിയത്തോട് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി കാണും. അന്ന് കൂടുതൽ വായിച്ചിട്ടുള്ളതും കൂടുതൽ പറഞ്ഞു വന്നാൽ കവിതയാണ്. പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴും പോയട്രിയും ഡ്രാമയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. കുട്ടിക്കാലത്ത് ഒരുപാട് വായിച്ചിട്ടുണ്ടെന്നല്ല, അപ്പം ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ അന്ന് മനസ്സിൽ കുടിയേറിയവരായിരുന്നു. അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അപ്പം ഇന്ന ആളെ പോലെ ആകണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. രാമന് നല്ലൊരു എഴുത്തുകാരനാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, വലിയ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ മലയാളത്തിലെ ഫേവറിറ്റ്സ് എന്ന് പറയുന്നത് തകഴി, കേശവദേവ്, ബഷീർ, കപ്പറ്റക്കാട് ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു തലമുറയായിരുന്നല്ലോ. എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ എല്ലാവരെയും വായിച്ചിട്ടുണ്ട്. അതിപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു ചെറുപ്പത്തിൽ വായിക്കുന്ന ഒരാൾ ചെറുപ്പത്തിലെ എഴുത്തിലേക്ക് വരുമ്പോൾ, റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അയാൾ വായിച്ചതിൻ്റെ മുഴുവൻ സ്വാധീനങ്ങൾ അയാളുണ്ടാവും. പക്ഷേ അതൊരിക്കലും അനുകരണം ആയിത്തീരാൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. അനുകരണമാകുമ്പോഴാണ് അത് ബോറാവുന്നത്. സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല അതിൽ സാഹിത്യം തന്നെ വേണമെന്നില്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കാണുന്ന വ്യക്തികൾ, നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ, നമ്മൾ കാണുന്ന ഒരു കൊച്ചു കുട്ടി പറയുന്ന പോലെ മുത്തശ്ശി കഥകൾ വരെയുള്ള എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പറയാം, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം എന്ന് പറയുന്നത് യാത്രയിൽ കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളാണ്. യാത്രയ്ക്കിടെ നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുന്നു, ശ്രീമാനെ വഴിക്ക് വെച്ച് കാണുന്നു, സംസാരിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും അനുഭവം എനിക്ക് എൻ്റെ ഉള്ളിൽ തറച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അത് ചിലപ്പോൾ എൻ്റെ തന്നെ ഒരു അനുഭവമായിട്ട് മാറാം. അങ്ങനെ മാറിക്കഴിഞ്ഞ് പിൽക്കാലത്ത് ഇമ്മീഡിയറ്റ്ലി അല്ല, കാരണം പിൽക്കാലത്ത് അങ്ങനെ രൂപപ്പെടാമെന്നല്ല, അങ്ങനെ ഒരുപാട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കഥകളിലും നോവലുകളിലും ഒക്കെ വരുന്ന കഥാപാത്രങ്ങളിൽ ഒരു 99% ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. പക്ഷേ ആ ഡയറക്റ്റായിട്ട് അവരല്ല. ഇപ്പം ഒരാളെ പോലെ ശ്രീകുമാറിനെ കണ്ടു, ശ്രീകുമാറിനെ കൂടി ഒരു കഥ എഴുതാനെ കൊണ്ട് പറ്റില്ല. പക്ഷേ ശ്രീകുമാറിനോട് ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു കഥാപാത്രത്തിൽ ഒരു കക്ഷി കാണും. അങ്ങനെ പല കക്ഷികളെ അങ്ങനെ കാണുമ്പം
ഇവരിലെല്ലാവരും കൂടെ കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് നമുക്ക് എപ്പോഴും അപ്പീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പം ഒരു കഥാപാത്രത്തെ നമ്മൾ എഴുതി വരും, പലരുടെ മുഖങ്ങൾ വരും. ഈ പല മുഖങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു മുഖം ആയി തീരുകയാണ്. അങ്ങനെയാണ് മിക്കവാറും ഒരു കഥാപാത്രം ജനിക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് മിക്കവാറും. അദ്ദേഹം പറഞ്ഞ 99% അങ്ങനെയുള്ളതായിരിക്കും. എടുത്തു പറയാനൊക്കെ ഏതെങ്കിലും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ട്, ധാരാളമുണ്ട്. കാരണം ഇപ്പം എൻ്റെ വളരെ പ്രശസ്തമായി തീരുന്ന ഒന്നാണ് എൻ്റെ ആദ്യത്തെ നോവൽ സാക്ഷി. ആ സാക്ഷിക്കകത്ത് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അയാൾ ഈ ജീവിതം വെറുത്ത് എല്ലാം വെറുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ജീവിതം തന്നെ അയാളെ ഇത് പഠിപ്പിച്ചത്. നിരാശയല്ല, കാരണം അയാൾ ഇതിനൊന്നും ഒരു അർത്ഥമില്ലെന്നുള്ളൊരു ബോധത്തിലേക്ക് വരികയാണ്. സ്വന്തം എക്സ്പീരിയൻസിൽ കൂടെ വരുന്നത്. കാരണം അയാളുടെ അച്ഛൻ്റെ പാസ്റ്റ്, അയാളുടെ അച്ഛനെ വീട്ടുകാരെ എല്ലാം തള്ളി പറഞ്ഞ ആളാണ്, വീട്ടുകാർ ചീത്ത പറഞ്ഞ ആളാണ്. അയാളുടെ അച്ഛൻ പല രീതിയിലും വളർന്ന് വലിയ ആളായി, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വലിയ ആളായി. അയാൾ വലിയ കൃത്യനിഷ്ഠക്കാരനുമൊക്കെ ആയിരുന്നു. അപ്പം അയാൾ വീട്ടുകാരോ കുടുംബക്കാരെല്ലാം അയാളെ ഉപദ്രവിച്ചവരാണ്. പക്ഷേ അയാൾ മരിക്കാൻ കിടക്കുമ്പം പിന്നെ അപ്പം ഈ മകൻ നാരായണൻകുട്ടി എന്ന് പറയുന്ന മകൻ അച്ഛനെ ധിക്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവനാണ്. അച്ഛൻ്റെ അതേ സ്വഭാവം ഉള്ളവനാണ്. ഇവനിറങ്ങിപ്പോയി പലയിടത്തും പോയി ജീവിച്ച് പല സിറ്റുവേഷൻസും കണ്ട് അവിടെയൊക്കെ അവൻ കാണുന്നത് ഈ റിയൽ വാല്യൂസിന് ലോകത്തെങ്ങും ഒരു വിലയില്ലെന്ന് അവൻ മനസ്സിലാക്കുക പല അനുഭവങ്ങളിൽ കൂടെ. അത് അവൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കാണുന്നത് ഇത്തരം അനുഭവങ്ങളാണ്. സ്നേഹത്തിന്, ആത്മാർത്ഥതയ്ക്ക് ഇതിനൊന്നും ഒരു വിലയില്ല, എല്ലാം ഒരുമാതിരി കപടമായ ഒരുതരം സ്നേഹമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അവന് ജീവിതത്തിൽ മൊത്തത്തിലൊരു വെറുപ്പ് ഉണ്ടാകുന്നു. ഒരുതരം എന്താ പറയുക, ഈ ബിക്കംസ് ആൻ ഔട്ട്സൈഡർ. അത് പ്രതികാരത്തെക്കാൾ അയാൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അയാൾ ഇതിലൊന്നൊരു ഭാഗമല്ല, ഫീൽസ് ഔട്ട് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളതാണ്. കാരണം അതാണ് ഒരു ഔട്ട്സൈഡർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നോവൽ പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ വളരെ പ്രമുഖനായ ഒരു ക്രിട്ടിക്ക് ഇത് ആൽബർട്ട് കാമുവിൻ്റെ ഔട്ട്സൈഡർ എന്ന് പറയുന്ന നോവലിൻ്റെ അനുകരണമാണെന്ന് പറഞ്ഞൊരു വിമർശനം നടത്തി. അന്ന് വിമർശനങ്ങളുണ്ട്, അന്നേ തുടങ്ങിയിട്ടുള്ള. അപ്പം അത് അദ്ദേഹത്തിന് ആൽബർട്ട് കാമുവിൻ്റെ ഔട്ട്സൈഡറും എൻ്റെ സാക്ഷിയും മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം എഴുതിയതെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ അദ്ദേഹത്തിന് എഴുതി അയക്കുകയും ചെയ്തില്ല. ഞാനല്ലാതെ പരസ്യമായിട്ട് ഒരിക്കലും എനിക്ക് നാരായണൻകുട്ടി എന്നുള്ള കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ആയിരുന്നു. അതിന് ബേസിക്കായിട്ട് എനിക്ക് ഡൽഹി വെച്ച് KS നായർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഒരു കമ്പനിയുടെ ലൈസൻസ് ഓഫീസറായിരുന്നു. അവനിങ്ങനെ അവൻ്റെ ജീവിതം തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. കാരണം അവൻ കല്യാണമൊന്നും കഴിച്ചില്ല. പിന്നെ ഈ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. മദ്യപാനം, ചൂതുകളി, പിന്നെ നാട്ടിൽ മാന്യന്മാരുടെ മുമ്പിൽ കൊള്ളാത്ത എന്തൊക്കെ ഉണ്ടോ അതെല്ലാമായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ. പിന്നെ അവൻ്റെ അച്ഛൻ്റെ കാര്യം സാറിന് പറയുന്നത്, നമ്മളിപ്പം അവനോട് വലിയ കൂട്ടുകാരെന്നുള്ള നിലയിലും ദേഷ്യപ്പെട്ട് നീ പോടാ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, ഇല്ല കൃഷ്ണപിള്ള പോലും എന്നെ ഇടാന്ന് വിളിച്ചിട്ടുണ്ട്. കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനാണ്. അപ്പം അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. അപ്പം അവന് അവസാനം വന്നിട്ട് ആ കഥയ്ക്കകത്ത് വരുന്ന അവന് അവസാനം ഈ ജീവിതത്തെ മുഴുവൻ വെറുത്ത് അച്ഛൻ്റെ മരണത്തിൽ മാത്രം അവനൊന്ന് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോകുമ്പോൾ അവൻ അവിടുത്തെ നിന്ന് കാണുന്നത് ആ മരണക്കിടക്കയ്ക്ക് ചുറ്റും പുറത്തിരുന്ന് ഈ തോറ്റം പാടി നെഞ്ചത്തടിച്ച് കരയുന്ന ആളുകളെ. അത് തന്നെ അവന് വെറുപ്പാവുന്നത്. ഇതെല്ലാം കാപടമാണെന്ന് അവനറിയാം. കാരണം ഇപ്പോൾ അച്ഛൻ ചത്ത് കഴിയുമ്പോൾ അച്ഛൻ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വരുന്ന ബന്ധുക്കളാണ്. അച്ഛനെ തള്ളിപ്പറഞ്ഞവരും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ ഇവന് ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഭയങ്കര വെറുപ്പും അതാണ്. മറ്റേ ആൽബർട്ട് കാമുവിൻ്റെ ഔട്ട്സൈഡർ അങ്ങനത്തെ ഒന്നല്ല. അത് കാരണം അതിനകത്ത് ഒരു ഔട്ട്സൈഡർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശകലനം ചെയ്തിട്ടില്ല. മറിച്ച് പിന്നെ ഒരു ഔട്ട്സൈഡർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. ആ നോവൽ അങ്ങ് ഈ സാക്ഷി എഴുതിയതിന് ശേഷം വായിച്ചിരുന്നു? അല്ലല്ല, അതിന് മുമ്പേ വായിച്ചു. അതിൻ്റെ തള്ളി പറയുന്നത് അത് വായിച്ചിട്ടുണ്ട്. അല്ല, അത് വായിച്ചെന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ അല്ല എഴുതിയത്. അപ്പം ഈ പൂർണ്ണമായിട്ട് എൻ്റെ നോവല് ഒരു ഔട്ട്സൈഡറായിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ മെൻ്റൽ മേക്കപ്പാണ്, ഹൗ ഹി ബിക്കംസ് എൻ ഔട്ട്സൈഡർ എന്നുള്ളതാണ്. കാമിൻ്റെ അങ്ങനെയല്ല. കാമിൻ്റെ ഔട്ട്സൈഡർ പോർട്രേറ്റ്സ് ബിഹേവിയർ പാറ്റേൺസ് ഓഫ് എൻ ഔട്ട്സൈഡർ. അതിലെല്ലാം തമ്മിൽ ഫണ്ടമെൻ്റലായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ എങ്ങനെ ഔട്ട്സൈഡർ ആയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ഔട്ട്സൈഡർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാമു പറയുന്നത്. പിന്നെ ഈ ഔട്ട്സൈഡർ എന്നുള്ള കൺസെപ്റ്റ് കാമുവോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആരെങ്കിലുമോ തുടങ്ങിയതല്ല. സമീപകാലത്തെ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല. നമ്മുടെ മഹാഭാരതത്തിലെ കർണൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ഔട്ട്സൈഡർ. അതായത് ഒരു ഔട്ട്സൈഡറിൻ്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് ഞാൻ അതിൻ്റെ ഒരു ഭാഗമല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഒരാൾക്ക്. അത് ഒരു പ്രായത്തിൽ ഉണ്ടാകാത്ത ഒരു മനുഷ്യരും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മളിപ്പം
ഇമ്മാനിസ് സോഷ്യൽ അനിമൽ എന്നൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഈ സമൂഹം തൻ്റെ ശത്രുവാണ് എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ അതിൽ നിന്നാണ് ഒരു പക്ഷേ ഏലിയനേഷൻ എന്ന് പറയുന്ന സങ്കല്പം അതിൽ നിന്നുണ്ടാകുന്നത്. സങ്കല്പമല്ല, മേ ബി എ ഫാക്ട്. എന്നിട്ട് അങ്ങനെയാണ് ഒരു ഔട്ട്സൈഡർ ജന്മം കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഔട്ട്സൈഡർ എന്നുള്ള പേരിൽ കാമു എഴുതിയെന്ന് വിചാരിച്ച് അതാവണമെന്നില്ല. ഏതായാലും ഞാൻ കാമുവിനെ വായിച്ചിട്ടുണ്ട്, പക്ഷേ വ്യാസമഹർഷി അങ്ങനെ വായിച്ചിട്ടില്ലല്ലോ. അതോടെ വിവാദം അവസാനിച്ചു. വിവാദം പറയുന്നവർക്ക് പറയാമല്ലോ. അപ്പോൾ ഈ അല്ല, ഞാൻ എന്നിട്ട് കാര്യമുണ്ട്. എനിക്ക് വിവാദം വന്ന് ഞാൻ എൻ്റെ ഒരു നോവലിനെ കുറിച്ച് ആരെങ്കിലും ഒരു നിരൂപണം എഴുതി ഇങ്ങനെയാണ് എന്ന് പറയുന്ന കുഴപ്പം എഴുതിയാൽ ഞാൻ അതിനെതിരെ എഴുതാറില്ല. അതായത് അത് വായിച്ചു കളിക്കാനുള്ളതല്ല, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ കാര്യത്തിൽ കത്ത് എഴുതിയെന്ന് പറഞ്ഞ് ഇത് എഴുതിയ ആളിന് തന്നെ അല്ല, പുസ്തകം പുറത്ത് പബ്ലിഷ് ചെയ്യാനല്ല, നാട്ടുകാരുടെ മുമ്പിൽ അദ്ദേഹത്തെ കൊച്ചാക്കാനുമല്ല, അദ്ദേഹത്തിന് നേരിട്ട് ഞാൻ കത്തെഴുതി, സാർ ഇങ്ങനെ തിരിച്ചരിച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ള ആളാണ്, അപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ് എൻ്റെ കൺസെപ്റ്റും എൻ്റെ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ ബേബിച്ചൻ എന്ന ഒരു വ്യക്തി കാക്കനാടൻ എന്ന ഒരു വ്യക്തിയിലോട്ട് മാറിയതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മനാ മാറിയതായിരിക്കും. കാരണം കാക്കനാട് എന്നുള്ള പേര് എൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ്, ഞങ്ങളുടെ കുടുംബ പേര്, അച്ഛൻ്റെ കുടുംബ പേര്. അച്ഛൻ്റെ പേര് ജോർജ് കാക്കനാട് തന്നെയായിരുന്നു. അപ്പം കാക്കനാട്ട് എന്നാണ് കാക്കനാട്ട് കുടുംബത്തിലെ. അതെ, അതുകൊണ്ട് കാക്കനാട് എന്നുള്ളൊരു പല്ലും തൂലികാനാമല്ല, നമ്മുടെ കുടുംബ പേര് തന്നെ. പിന്നെ ഈ അല്ല, ജോർജ് വർഗീസ് ആണ് എൻ്റെ ഒഫീഷ്യൽ പേര് ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അതറിയാവുന്ന ഒരു തീരെ കുറവാണ്. നല്ല ഉപയോഗിച്ചാലും അറിയാം, അല്ലാതെ ജോർജ് വർഗീസ് എന്നുള്ള പേര് അറിയാം വളരെ അപൂർവം. ഈ അടുത്ത കാലത്താണ് പിന്നെ ഈ ചില ക്വിസിലൊക്കെ ഒരിടത്ത് ചോദിക്കുമല്ലോ, അല്ലെ PSCയിലെ ടെസ്റ്റിലുമൊക്കെ ചോദിക്കും അസൽ പേര്. അപ്പം കുറേ പിള്ളേരൊക്കെ മനസ്സിലാക്കിയത് ഇതെനിക്ക് തോന്നുന്നു 67-68 ഈ ഞാൻ നാട്ടിൽ എല്ലാം കഴിഞ്ഞ് ജർമ്മൻ യാത്രയും കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം ചില ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ വന്നാണ്, പിന്നെ നമ്മളെ കുറിച്ചുള്ള ലേഖനങ്ങളിലുമൊക്കെ വന്നാണ് ആളുകൾ ഈ ജോർജ് വർഗീസ് എന്നുള്ള പേര് പുറത്തു വന്നത്. ജർമ്മനി പോയത് ഒരു റോൾ ഓഫ് ദ റൈറ്റർ ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ അത് ചെയ്തില്ല. ഞാനിവിടെ പോയി ലാംഗ്വേജ് കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസത്തെ ഒരു ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. 6 മാസത്തെ ലാംഗ്വേജ് കോഴ്സ് കഴിഞ്ഞ് 6 മാസം യൂറോപ്പൊക്കെ ചുറ്റി കറങ്ങി നടന്ന് കണ്ടേച്ച് ഞാനിങ്ങനെ പോകുന്നതാണ്. ലീവിൽ വന്നതാണ്, പിന്നെ പോയിട്ടില്ല. 67 പോയി, 68 അവസാനം ലീവിൽ വന്നു, പിന്നെ പോയിട്ടില്ല. അധ്യാപകവൃത്തി 2 കൊല്ലം, പിന്നെ ഞാൻ റെയിൽവേസില്ലേ വർക്ക് ചെയ്യുന്നത്, സദേൺ റെയിൽവേയിൽ 4 കൊല്ലം. പലതും പറ്റി നോക്കിയിട്ടുണ്ട്. അപ്പം ഈ റെയിൽവേയിൽ സദേൺ റെയിൽവേയിൽ 4 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് റെയിൽവേ മിനിസ്ട്രിയിൽ ഡൽഹിയിൽ റെയിൽവേ മിനിസ്ട്രിയിലേക്ക് ഒരു സെലക്ഷൻ വന്നപ്പം അതിന് പോയി പരീക്ഷ എഴുതി കിട്ടി, അങ്ങനെ ഡൽഹിയിൽ പോയി. പക്ഷേ ഒരു വേറൊരു അപവാദമുണ്ട്, അങ്ങ് പല മേഖലകളിലും ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളൊരു. എന്തിനാ ഉറച്ചു നിൽക്കുന്നു? എനിക്കങ്ങനെ ഉറച്ചു നിൽക്കണം വെച്ചാൽ അല്ല, ഉറച്ചു നിൽക്കണമെങ്കിൽ പണ്ട് CL കല്ലാരെ പറഞ്ഞ പോലെയാ. CL കല്ലാരെ അറിയാം, പകുതി വഴിയിലിട്ടിട്ട് അല്ല, അങ്ങനെ ഒരു അഭിപ്രായമില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുള്ളൂ, എൻ്റെ വർക്കിൽ. അതെ, അതല്ല, എൻ്റെ വർക്ക് എപ്പോഴാന്ന് കണ്ടെത്തിയത് അവസാനമല്ലേ. അല്ല, കാരണം ഇപ്പം റെയിൽവേ ഓഫീസിൽ പോയിരുന്നു ഗോസ്താപ്പണി ചെയ്യുന്നതല്ല നമ്മുടെ ജോലി, നമ്മൾ അടിസ്ഥാനപരമായ ജോലി അല്ലെന്ന് മനസ്സിലായി. ഇപ്പം പിന്നെ അതുപോലെ സ്കൂൾ ടീച്ചറായിരിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള പണിയായിരുന്നു, എന്നാലും അതും നമ്മൾ അടിസ്ഥാനപരമായിട്ടും അതിനുവേണ്ടി എനിക്ക് അല്ലെന്ന് തോന്നി. എനിക്കിപ്പോൾ ഒരു കെമിസ്റ്റിൻ്റെ സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ പോയില്ല. ഞാൻ ഡൽഹിയിലുള്ള കാലത്ത് ഒരു പ്രൈവറ്റ് ഫേമിൽ, ഒരു കെമിക്കൽ ഫേമിൽ. അപ്പം കെമിസ്ട്രി പഠിച്ചിട്ട് ആൾക്കൊരു കെമിസ്റ്റ് ആവുക എന്നുള്ളതായിരിക്കുമല്ലോ ചിലപ്പം ഒരാഗ്രഹം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ല. കെമിസ്ട്രി പഠിക്കാൻ പോകാൻ തയ്യാറായിരുന്നു, അപ്ലൈ ചെയ്തു, സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അന്നേരം പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് പോയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നിയോഗം എന്നൊക്കെ പറയുന്നതായിരിക്കും. നമ്മൾ ഇന്നതായിരിക്കണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്, സംതിങ് ബിയോണ്ട് അസ്. അതിപ്പോൾ നമുക്കൊരു തലവരാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ കുറച്ച് അതല്ലേ. അതേ പത്രത്തിൽ വർക്ക് ചെയ്തത് കാര്യമായിട്ടൊന്നുമില്ല. എന്തോ ഇല്ല ജനകീയത്തിലൊന്നും വർക്ക് ചെയ്തില്ല. ഞാൻ ജർമ്മനിയിൽ തിരിച്ചു വന്നു കഴിഞ്ഞ് 68 അവസാനം ഞാൻ തിരിച്ചു വന്നു. 69-ലാണ് കൊല്ലത്തുനിന്ന് SK നായർ മലയാള നാടെന്ന് പറഞ്ഞൊരു വീക്കിലി തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന കാലം മുതൽ അദ്ദേഹം എന്നോട് അതിൻ്റെ പത്രാധിപരാകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല, ഞാൻ പത്രാധിപരാകാതെ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നേരാം. അല്ല, അങ്ങനെ മലയാളനാടിൻ്റെ തുടക്കം മുതൽ ഞാൻ അതിൻ്റെ ഒരു മലയാള നാട് കുടുംബം എന്ന് പറയാമെങ്കിൽ അതിൻ്റെ ഒരു അംഗം തന്നെയാണ്.
തുടക്കം വരെ ഞാൻ എൻ്റെ ഒരു നോവലോട് കൂടി അത് തുടങ്ങുന്നത് തന്നെ. എൻ്റെ ഒരു നോവലുണ്ടായിരുന്നു, ജി വിവേകാനന്ദൻ്റെ ഒരു നോവലുണ്ടായിരുന്നു, മലയാറ്റ രാമകൃഷ്ണൻ്റെ ഒരു കോളം, ഈ എം കൃഷ്ണനാളുടെ സാഹിത്യ വരഫലം, ഇതൊക്കെ അതിലാണ് തുടങ്ങുന്നത് മലയാളനാട്. അപ്പം തുടങ്ങിയ കാലം വരെ മലയാളനാടുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ മലയാളനാട് ഓഫീസിൽ പോകും, വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് തീരുമാനിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പം മലയാളനാട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു എഡിറ്റർ പോവുകയൊക്കെ ചെയ്തു. അപ്പം എസ് കനാരി നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞത് കുറച്ച് നാളത്തേക്കെങ്കിലും കാക്കനാൻ അവിടെ ഒന്ന് ഒരു പത്രാധിപരുടെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ ഞാൻ വരാം, പക്ഷേ പിന്നെ ഇന്ന എഡിറ്റർ എന്നുള്ള രീതിയിലൊന്നുമല്ല. ഐ ബി പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ അവിടെ ഒന്ന് സഹകരിക്കാന്നുള്ളതല്ലേ. 1.5 കൊല്ലം അവിടെ ജോലി ചെയ്തെന്ന് തന്നെ പറയാം. 1.5 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഈ ചെറുകഥയിലും നോവലിലും കൂടുതൽ ശ്രദ്ധ അല്ല, അതൊക്കെ ഒരുപാട് നാളും മലയാളനാട് തുടങ്ങുന്നത് 69-ലല്ലേ. 69 ആയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നല്ലൊരു അറിയപ്പെടുന്ന റൈറ്ററായി കഴിഞ്ഞു. പിന്നെ ഉഷ്ണമേഖല പോലും പുറത്ത് വന്ന കാലം. പറങ്കിമലയാണ് മലയാളനാട്ടിൽ തുടങ്ങുന്നത്. മലയാളനാട്ടിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ പറങ്കിമലയായിട്ടാണ്. അത് പിന്നെ നോവൽ പുസ്തകമായി, സിനിമയായി. സിനിമാനുഭവങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പറയാത്തതൊന്നും. പഴയ കാലത്ത് സിനിമയായിട്ട് കുറേ ബന്ധം ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ ഒരു ഫീൽഡല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പല സുഹൃത്തുക്കളും പറഞ്ഞിട്ട് കുറേ സിനിമകൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ സ്ക്രിപ്റ്റ് തന്നെ എൻ്റെ ഒരു ക്രിയേറ്റീവ് വർക്കെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാം പലരും കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അത് നമ്മൾ എഴുതി കൊടുക്കുക. സംഭാഷണം എഴുതാമെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം കൂടെ പലരുടെ കോൺട്രിബ്യൂഷനാണ്. അതല്ലാതെ ഞാൻ മാത്രമായിട്ട് ചെയ്തു എന്ന് പറയാവുന്നത്, മാത്രമായിട്ടല്ല, സ്ക്രിപ്റ്റ് ആകുമ്പോൾ മറ്റേ എൻ്റെ പബ്ലിഷ്ഡ് വർക്ക് എന്ന് പറയുന്നത് പറങ്കിമലയാണെന്ന്. പറങ്കിമല നോവലായിട്ട് പബ്ലിഷ് ചെയ്ത അത്. പിന്നെ നോവൽ സിനിമയാകുമ്പോൾ കുറേ മാറ്റങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പാർവതി എന്ന് പറയുന്ന സിനിമ എൻ്റെ അടിയറവ് എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റും, കാരണം അന്ന് ഭരതനായത്, രണ്ടും ഭരതനായത്. അപ്പം ഭരതൻ പറഞ്ഞ അടിയറവ് ഒരു ഫുൾ ലെങ്ത് ഫിലിമാക്കണമെങ്കിൽ 3 ഫിലിമായിട്ട് ചെയ്യണം. ട്രൈലോഗി പോലെ അപ്പു ട്രൈലോഗി, സത്യജിത്രയുടെ അപ്പു ട്രൈലോഗിയൊക്കെ അല്ല, അതുപോലെ 3 സാധനങ്ങളായിട്ട് ചെയ്യണം. 3 തലമുറകളുടെ കഥയാണ് അത് പറയുന്നത്. പിന്നെ ഞങ്ങളത് ശരിക്കും എഡിറ്റ് ചെയ്തെന്ന് പറയാം. എഡിറ്റ് ചെയ്തു, അതിന് കംപ്രസ് ചെയ്ത് അതിനകത്ത് 2ാം തലമുറയിലെ പാർവതിബായി തമ്പുരാട്ടിയെ മാത്രം പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അതാ പാർവതി എന്ന് പേരിട്ടത്. അതിൻ്റെ 1ാം ഭാഗം പൂർവ്വകഥയായിട്ടും 3ാം ഭാഗം പിന്നീട് വരുന്ന കഥയായിട്ടും അതെല്ലാം കൂടെ ഉരുക്കിക്കൂട്ടി അല്ലെങ്കിൽ കൺസൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പാർവതിയെ സെൻട്രലൈസ് ചെയ്ത് ഒരു സിനിമ, ഒരു പോർട്രേറ്റ് ഓഫ് എ വുമൺ, അങ്ങനെയല്ല ചെയ്തത്. മറ്റ് ക്യാരക്ടേഴ്സൊക്കെ അപ്രധാനമായിട്ട് വരും. സിനിമയിലെ അത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ രംഗം അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അല്ല, അപ്പോൾ മൊത്തത്തിൽ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമായെന്ന് പറയാൻ വയ്യ. വിരോധമൊന്നുമില്ല, പക്ഷേ അത് നമുക്ക് പറ്റിയൊരു ഫീൽഡായിട്ട് തോന്നിയില്ല. കാരണം അവിടുത്തെ ചുറ്റുപാടുകളൊന്നും എൻ്റെ സ്വഭാവമായിട്ട് അങ്ങനെ ചേർന്ന് പോകത്തില്ല. എൻ്റെ കുറ്റമായിരിക്കും. ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചിരി വരാതെ ചിരിക്കാൻ പറ്റത്തില്ല. ചിരി വരുമ്പോഴേ ചിരിക്കാൻ പറ്റും. ചില ചിരിച്ച് കാണിക്കണം, കരഞ്ഞ് കാണിക്കണം. അല്ല, അഭിനയം നമുക്ക് തീരെ വശമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പം അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല. അരവിന്ദം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനയിക്കാൻ, പക്ഷേ ചെയ്തില്ല. അനുജൻ അഭിനയിച്ചു, അത് വേറെ കാര്യം. ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ, ഡൽഹി വെച്ചൊക്കെ. ഡൽഹി വെച്ച് ചില നാടകങ്ങളിലൊക്കെ ചില കോമാളി വേഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇഷ്ടമാണല്ലേ? ചിരിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ചിരിക്കാനറിയാം. പിന്നെ നമ്മൾ വല്ല വിഡിത്തം പറഞ്ഞാൽ ആളുകൾ ചിരിക്കും ചിലപ്പോൾ, അതേ ഉള്ളൂ. നല്ലൊരു കോമഡിയാണ് അവന് നമ്മളെ കൊണ്ടുള്ളതില്ല. ഇപ്പം സിനിമകളൊക്കെ കാണാറുണ്ട്? ഇപ്പം ഇല്ല, ഒരുപാട് നാളെ തിയേറ്ററിൽ പോയി കണ്ടിട്ട്. ടി വിയിൽ അതേ കാണുന്നുള്ളൂ. കാരണം ഒന്ന് അനാരോഗ്യമുണ്ട്, 2 പണ്ട് എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, ഇഷ്ടമില്ല അങ്ങനൊരു സംഭവം. പിന്നെ ചിലപ്പോൾ പോകും, അത് ചിലവും കൂടുതലാണ്. കാരണം ടിക്കറ്റിൻ്റെ കാശ്, വാഹനത്തിൻ്റെ കാശ്, പിന്നെ കള്ളുള്ളിയുടെ കാശ്, 2 പെക്കടിക്കാതെ മലയാള സിനിമ കാണാൻ പറ്റുമോ? അപ്പം മദ്യപാനം കൂടും, അങ്ങനെ ദോഷമുണ്ട് മലയാള സിനിമ കാണാൻ പോയാൽ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു സിനിമ കാണാൻ പോയി. ഞാൻ പറയാമല്ലോ, ഞാൻ ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ കണ്ട സിനിമ അതൊരു പബ്ലിക് ഏറ്റവും ഒടുവിൽ പബ്ലിക്കായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ TV ചന്ദ്രൻ്റെ സൂസന്ന എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം ഒന്നിലെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിൽ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് ആണെന്ന് തോന്നുന്നു. അതൊരു തിരക്കില്ലാത്ത പടമായിരുന്നു.
അതിനു മുമ്പ് അത് പിന്നെ പ്രിവ്യൂ പോലെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് നടത്തിയൊരു ഷോ. മറ്റേ പക്കാ കമേഴ്ഷ്യൽ തിയേറ്ററിൽ പോയി കണ്ട ഷോ തന്നെയാണ് അത്. കനവൻ വിളിച്ച് പറഞ്ഞു തിയേറ്റർ പ്രിവ്യൂവിന് വിളിച്ചിട്ട് വിളിച്ചാൽ വന്നില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ കൊല്ലത്ത് റിലീസാണ്, പോയി കണ്ടോണമെന്ന് പറഞ്ഞു. കാലിനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി കണ്ടു സൂസൻ്റെ. അതിന് പത്മരാജൻ്റെ ഇന്നലെ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ഭരതൻ്റെ പാചകം, പിന്നെ അപൂർവം സിനിമകളേ ഉള്ളൂ തിയേറ്ററിൽ പോയി കണ്ടത്. അത് സമീപകാല സിനിമകൾ, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന സൂപ്പർ താരങ്ങളൊക്കെ വന്നതിന് ശേഷം, മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നതിന് ശേഷമുള്ള സിനിമകളിൽ മിക്കവാറും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് അപൂർവം ചില സിനിമകളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം പിന്നെ എല്ലാം ടി വിയിൽ കാണാമല്ലോ. പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതിൻ്റെ സുഖമൊന്നും വേറെ. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു 2-2.5-3 മണിക്കൂറൊക്കെ തിയേറ്ററിൽ പോയി ഇരിക്കാന്ന് പറയുന്നത്, പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്.